നമസ്കാരം. ഇന്ന് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായി ഓരോ ദിവസവും ഓരോ മേഖലകളും വളരുകയാണ്. അതായത് രാജ്യത്തെ വാണിജ്യ മേഖല തന്നെ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പുറത്തെ സാധനങ്ങൾ, അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി തന്നെ ഓർഡർ ചെയ്യാൻ സാധിക്കും. ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിന് ഓൺലൈൻ സ്ഥാപനങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയുധങ്ങൾ ഉൾപ്പെടെ തോക്കുകളും സ്ഫോടക വസ്തുക്കളും അടക്കം സുലഭമായി തന്നെ കിട്ടും. എന്ത് ചപ്പ് ചവറുകളും ഇന്ന് ഓൺലൈനിൽ വില കുറഞ്ഞ രീതിയിൽ കിട്ടാവുന്നതാണ്. ഇതിനെ കടിഞ്ഞാനിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം ഭാവിയിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉണ്ടാകും. നിലവിൽ തീവ്രവാദ സംഘടനകൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ പേയ്മെന്റ് സേവനങ്ങളും ദുരുപയോഗം ചെയ്ത് ഭീകരാക്രമണം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 2019 പുൽവാമ ആക്രമണം, 2022 ഗോരഖ്നാഥ് ക്ഷേത്ര സംഭവം തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക കേസുകൾ പ്രധാന ഉദാഹരണമായി ഉദ്ധരിച്ചാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക സാങ്കേതിക വിദ്യകളും വഴിയാണ് തീവ്രവാദ സ്ഥാപനങ്ങൾ കൂടുതൽ സങ്കീർണമായ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കുന്നതെന്ന് തീവ്രവാദ ധനസഹായ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ആഗോള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ പ്രൊവൈഡ് സ്ഫോടന വസ്തുക്കളുമായി ഒരു സ്ഫോടനാത്മക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന ഘടകമായ അലൂമിനിയം പൊടിയും അതോടൊപ്പം ആമസോൺ പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് വാങ്ങിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ഫോടനത്തിൽ 40 CRPF ജവാന്മാരാണ് അന്ന് നമുക്ക് നഷ്ടമായത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണത്തിന് പിന്നിൽ. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും തയ്യാറെടുപ്പുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷകർ കണ്ടെത്തി. 2022 യുപിയിലെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലെ ഏക പ്രതിയായ ഭീകരൻ പേപാൽ ഉപയോഗിച്ച് ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് ഫണ്ട് കൈമാറിയതായും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തന്റെ ലൊക്കേഷൻ കണ്ടെത്താതിരിക്കാൻ പ്രതി കോൾ ചെയ്യുന്നതിനും ചാറ്റ് ചെയ്യുന്നതിനും ഉൾപ്പെടെ ഒന്നിലധികം VPN സേവനങ്ങൾ ഉപയോഗിക്കുകയും 44 അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. തീവ്രവാദികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് ഇതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗിൽ കേന്ദ്ര സർക്കാർ ഒരു നടപടിയെടുത്തില്ലെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വരും ദിവസങ്ങളിൽ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.